ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇഡിയംസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിലവിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 50ഓളം ഇഡിയംസ് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഇഡിയംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്നതാണ് അടുത്ത ഇഡിയം. സ്പിക്ക് ആൻഡ് സ്പാൻ, അതായത് അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആൻഡ് ടൈഡി എന്നുള്ളതാണ് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ക്ലീൻ ആൻഡ് ടൈഡി, അതായത് വൃത്തിയായിട്ടും അടുക്കും ചിട്ടയോടും കൂടി വെക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. സ്പിക്ക് ആൻഡ് സ്പാൻ, വൃത്തിയായിട്ടും അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ വെക്കുക എന്നുള്ളത്. അടുത്ത ഇഡിയം നോക്കിയേ, കോസ്റ്റ് ദി എർത്ത് എന്നുള്ളതാണ്. കോസ്റ്റ് ദി എർത്ത്, അതായത് അതിൻ്റെ മീനിങ് കോസ്റ്റ് എ വെരി ലാർജ് എമൗണ്ട് ഓഫ് മണി എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഭൂമിയോളം വലുത് അല്ലെങ്കിൽ ഭൂമിയോളം വിലപിടിപ്പുള്ള ഒന്ന് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഭൂമി എന്ന് പറയുന്നത് അത്രത്തോളം വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് അല്ലേ, അത്രത്തോളം വിലപിടിപ്പുള്ളതാണ്, അത്രത്തോളം വലുതുമാണ്. അപ്പോൾ അത്രയും ലാർജ് എമൗണ്ടിലുള്ള ഒരു മണി അല്ലെങ്കിൽ അത്രയും ലാർജ് എമൗണ്ടിൽ കോസ്റ്റായിട്ട് മാറുന്ന അല്ലെങ്കിൽ അത്രയും വിലപിടിപ്പുള്ള ഭൂമിയോളം വിലയുള്ള ഒരു വസ്തു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി കോസ്റ്റ് ദി എർത്ത് എന്ന് പറയുന്ന ഒരു ശൈലി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത നോക്കിയേ, പാരിഷ് പമ്പ് എന്നുള്ളതാണ്. പാരിഷ് പമ്പ്സ് എന്നുള്ളത്, അതായത് ലോക്കൽ പൊളിറ്റിക്സ് എന്നുള്ളതാണ് പാരിഷ് പമ്പ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം, പാരിഷ് പമ്പ്സ് എന്നത് ഉപയോഗിക്കാം. ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ശ്രീനിവാസൻ്റെ ഒരു ഡയലോഗുണ്ട്, പോളണ്ടിനെ പറ്റി മിണ്ടിപ്പോരുത് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് സന്ദേശം ഫിലിമിൽ. അപ്പോൾ പോളണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ പാരിഷ് എന്ന്, അതായത് പാരീസ് അല്ല എങ്കിലും നമ്മൾ പാരിഷ് എന്ന് റിലേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു പൊളിറ്റിക്സിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ഒരു ലോക്കൽ പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പോൾ ഈ പറയുന്ന പാരിഷ് പമ്പ്സ് എന്ന് പറയുന്ന ആ കോഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നോക്കിയേ, ടൂത്ത് ആൻഡ് നെയിൽ എന്നുള്ളതാണ്. ടൂത്ത് ആൻഡ് നെയിൽ, അതായത് വിത്ത് ഓൾ അവർ പവർ എന്നുള്ളതാണ്. വിത്ത് ഓൾ അവർ പവർ എന്നുള്ളതാണ്, അതായത് സർവ്വശക്തിയും എടുത്ത് അല്ലെങ്കിൽ എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ റിലേറ്റ് ചെയ്യാം? ടൂത്ത് ആൻഡ് നെയിലാണ്, അതായത് പല്ലും നഖവും കൂർപ്പിച്ച് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങുക, അതായത് നമ്മുടെ സർവ്വശക്തിയും എടുത്ത് നമ്മൾ ഒരു കാര്യത്തിലേക്ക് അർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ടൂത്ത് നെയിൽ എന്നൊക്കെ പറയുമ്പോൾ, പല്ലും നഖവും എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള, മുറിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ് ഈ ടൂത്ത് ആൻഡ് നെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സർവ്വശക്തിയും എടുത്ത് ഒരാളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാ പവറും ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടൂത്ത് ആൻഡ് നെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് 40 വിങ്സ് എന്നുള്ളതാണ്. 40 വിങ്സ്, അതായത് ഇവിടെ വിങ്സ് എന്നല്ല പറയുന്നത്, വിങ്സ് കെ ആണ് കേട്ടോ. അപ്പോൾ വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് ചിമ്മുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ 40 വിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 40 തവണ കണ്ണ് ചിമ്മുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് എ ഷോർട്ട് സ്ലീപ്പാണ്. അതായത് 40 തവണ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, ചെറിയ രീതിയിലൊന്നും ഉറങ്ങാനേ പറ്റത്തുള്ളൂ. പക്ഷെ 40 തവണ അതിനിടയിൽ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എ ഷോർട്ട് സ്ലീപ്പ് എന്നുള്ളതാണ് 40 വിങ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ഇഡിയം നോക്കിയേ, തിക്ക് ആൻഡ് തിൻ എന്നുള്ളതാണ്. തിക്ക് ആൻഡ് തിൻ എന്നുള്ള ഇഡിയം. അപ്പോൾ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർ ഓൾ കണ്ടീഷൻസ് എന്നുള്ളതാണ്. അതായത് ഏത് സാഹചര്യത്തിലും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം തിക്ക് തിന്ന്, അത് രണ്ടും രണ്ട് എക്സ്ട്രീം കണ്ടീഷൻസിനെ പറ്റി പറയുന്നതാണ്. ഒന്ന് തിക്കും ഒന്ന് തിന്നും ആണെന്ന് പറയുമ്പോൾ രണ്ട് എക്സ്ട്രീം കണ്ടീഷൻസിൽ നിൽക്കുന്ന രണ്ട് അവസ്ഥകളെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ഏതൊരു കണ്ടീഷനിലും, തിക്കാണെങ്കിലും തിന്നാണെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് കണ്ടീഷനും ആയിക്കൊള്ളട്ടെ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത്. അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ അണ്ടർ ഓൾ കണ്ടീഷൻസ് എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ഇനി അടുത്തതെന്ന് പറയുന്നത് ടു ബ്ലേസ് എ ട്രയൽ എന്നുള്ളതാണ്. ടു ബ്ലേസ് എ ട്രയൽ, ഈ ട്രയൽ എന്ന് പറയുമ്പോൾ പല വഴികൾ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അതായത് ഈ ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ടു ബി ദി ഫസ്റ്റ് വൺ ടു ഡൂ സംതിങ് ഓർ ടു ഷോ അതേഴ്സ് ടു ഹൗ ടു ഡൂ ഇസ്. അതായത് മാതൃകയാകുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇഡിയം ഉപയോഗിക്കാം. അതായത് മറ്റുള്ളവർക്ക് മാതൃകയാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഒരാൾക്ക് വഴികാട്ടിയായിട്ട് പോവുക അല്ലെങ്കിൽ ഗൈഡായിട്ട് പോവുക, അതായത് പന്തം കൊണ്ട് മുന്നേ തെളിച്ച് പോവുക എന്ന് പറയും. അതായത് ഒരു വഴികാട്ടിയായിട്ട് പോവുക എന്നുള്ളതാണ്. അതായത് ടു ബ്ലേസ് ദി ട്രയൽ എന്ന് പറയുമ്പോൾ, ട്രയൽ എന്ന് പറഞ്ഞാൽ വഴിയാണെന്ന് നമുക്കറിയാം. ബ്ലേസ് എന്ന് പറയുമ്പോൾ ഈ പന്തമൊക്കെ കൊളുത്തി പ്രകാശം പരത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ് ചെയ്യുന്നത്? ആ മുന്നേ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ വഴികാട്ടി പോകുന്ന ആളാണ് പന്തം കൊളുത്തി മുന്നേ പോകുന്നത്. അയാൾ മറ്റുള്ളവർക്ക് എന്തായിട്ട് മാറുന്നു? ആ ഒരു മാതൃകയായിട്ട് മാറുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഈ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഗൈഡായിട്ട് പോകുന്ന ആൾ, ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇഡിയമാണ് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്നുള്ളത്. അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, അതായത് അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലിങ്നെസ് ടു ഡൂ സംതിങ് വിത്തൗട്ട് ഹെസിറ്റേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു മടിയും കൂടാതെ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിനെയാണ് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്നത് തൊപ്പി താഴെ വീഴുന്ന സമയം കൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അർത്ഥം എടുക്കാം. തൊപ്പി താഴെ വീഴുന്ന സമയം കൊണ്ട്, അതായത് തൊപ്പി താഴെ വീഴുക എന്ന് പറയുന്നത് അത്രയും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്നതാണ്. അപ്പോൾ തൊപ്പി താഴെ വീഴുന്ന സമയം കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ വില്ലിങ്നെസ് അറിയിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മടിയും കൂടാതെ നമ്മൾ ഒരു സമയവും എടുക്കാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെയാണ് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഡിയമാണ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. അതായത് ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്, നമ്മൾ അനുകൂലിക്കുന്നത് പ്രതികൂലിക്കുന്നത്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ അനുകൂലിക്കുന്ന കാര്യങ്ങൾ, പ്രതികൂലിക്കുന്ന കാര്യങ്ങൾ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അങ്ങനെയും നമുക്ക് പറയാം. ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുകൂലിക്കുന്ന പ്രതികൂലിക്കുന്ന കാര്യങ്ങൾ, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയെല്ലാം നമ്മൾ ഈ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്ന ആ ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കാം. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, എ ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ എന്നുള്ളതാണ്. എ ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ അതിനർത്ഥം എന്താണ്? ടു ലോസ് വൺസ് ടെമ്പർ എന്നുള്ളതാണ്. ഒരാളുടെ ക്ഷമ നശിക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് മലയാളം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കിയേ, എ ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ അതായത് കയ്യിൽ നിന്ന് പറന്നു പോവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ കയ്യിൽ നിന്ന് പോയി എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ്. അതായത് എൻ്റെ ക്ഷമ നശിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് പോയി, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്, ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ ചില സിറ്റുവേഷൻസിൽ പറയാറുണ്ട്. അതായത് എൻ്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ്, ലോസ് വൺസ് ടെമ്പർ ഇല്ലാതിരിക്കുകയാണ്, ടെമ്പർ തെറ്റിയിരിക്കുകയാണ്, ക്ഷമ നശിച്ചിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അതാണ് എ ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കിക്ക് ദി ബക്കറ്റ് എന്നുള്ളതാണ്. അത് ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇഡിയമാണ് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഡൈ എന്നാണ് കിക്ക് ദ ബക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഡൈ മരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. അത് ചിലപ്പോൾ കുക്ക്ഡപ്പ് ആയിട്ടുള്ള സ്റ്റോറി ആകാം. എന്താണെങ്കിലും നമുക്ക് ആ സ്റ്റോറി ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഒരാൾ മരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അയാൾ കഴുത്തിൽ കയറ് മുറുക്കിയാണ് മരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ബക്കറ്റ് എടുത്ത് കമത്തി വെച്ചതിന് ശേഷം ബക്കറ്റിന് മുകളിൽ കയറിയിരുന്നാണ് ഈ കയറ് മുറുക്കുന്നത്. അപ്പോൾ മുറുക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? അയാൾ കാലുകൊണ്ട് അയാൾ ചവിട്ടിയിരുന്ന ബക്കറ്റ് കിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബക്കറ്റ് കിക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അയാൾ കയറ് മുറുകി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടു ഡൈ എന്ന അർത്ഥത്തിൽ നമുക്ക് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്താണ് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്? ടു ഡൈ. നമ്മൾ ഈ സ്റ്റോറി യഥാർത്ഥമാണോ എന്ന് അറിയത്തില്ല, പക്ഷേ ഈ സ്റ്റോറി ഒന്ന് എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്ത് വച്ചിരിക്കുക. ഇനി അടുത്ത ഇഡിയമാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത്. അതായത്
എ വെരി കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അതായത് മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുന്നതിനെയാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡോഗിനെ തന്നെ ഭക്ഷണമാക്കുന്നു, അല്ലെങ്കിൽ ഡോഗിനെ തന്നെ കഴിക്കുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡോഗിനെ തന്നെ കഴിക്കുക മീൻസ് ഒരാൾ അയാളോട് തന്നെ അയാളെപ്പോലെയുള്ള മറ്റൊരു വ്യക്തികളോട് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുന്നു, അല്ലെങ്കിൽ മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുന്നു. അത് തന്നെയല്ലേ ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോഗ് എന്ന് പറയുന്ന അതേ വർഗ്ഗത്തോട് മറ്റ് ഡോഗുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നീരസം കാണിക്കുന്നു, അല്ലെങ്കിൽ മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുന്നു. അത് തന്നെയാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ എ വെരി കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്, മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുക എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇഡിയമാണ് ടിൽസ് ദി കൗ കം ഹോം എന്ന് പറയുന്നത് ആണല്ലോ. ടിൽസ് ദി കൗ കം ഹോം എന്ന് പറയുന്നത് അതിനർത്ഥം ഫോർ എ വെരി ലോങ് ടൈം എന്നുള്ളതാണ്. ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്തു എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിൽ നമുക്ക് പറയാം ടിൽ ദി കൗസ് കം ഹോം എന്ന് പറയാൻ പറ്റും. ഇതെങ്ങനെ നമുക്കൊരു കഥ പോലെ റിലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പശുക്കളെ മേയാനായിട്ട് പറഞ്ഞു വിടുകയാണ് ആണല്ലോ. കുറേ കഴിഞ്ഞ് മേയാൻ പറഞ്ഞു വിട്ട് അപ്പം തന്നെ അത് വീട്ടിലേക്ക് തിരിച്ചു വരുമോ? ഇല്ല. കുറേ നേരം മേഞ്ഞ്, ഇപ്പോൾ രാവിലെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ മേഞ്ഞ് അതിൻ്റെ വയറൊക്കെ നിറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഷെൽട്ടറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഹോമിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. ഓക്കെ ആണല്ലോ. അത് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്താൽ മതി. ടിൽസ് ദ കൗ കംസ് ഹോം, അതായത് പശു ഇങ്ങനെ മേയാൻ പോയി തിരിച്ച് വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമെടുത്ത് അത് മേഞ്ഞ് അത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് അത് വെളിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് എന്നാലോചിച്ചാൽ മതി. ഫോർ എ വെരി ലോങ് ടൈം എന്നുള്ളതിനെയാണ് ഈ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, സ്ട്രെയിറ്റ് ആരോ എന്നുള്ളതാണ് അടുത്ത ഇഡിയം. സ്ട്രെയിറ്റ് ആരോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്, ആൻ ഓണസ്റ്റ് പേഴ്സൺ എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ആരോ എന്ന് വെച്ചാൽ ആൻ ഓണസ്റ്റ് പേഴ്സൺ, അതായത് ഇപ്പോൾ നല്ല സത്യസന്ധനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരെ ചെയ്യുന്ന സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ, വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുന്ന ഇഡിയം എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആരോ എന്നൊക്കെ പറയുമ്പോൾ സ്ട്രെയിറ്റ് ആണ് അല്ലേ. സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുമ്പോൾ നേരെ ആണ് വരുന്നത്, അതായത് അതിന് വളവുകളോ തിരിവുകളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല, അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുമ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ, അതായത് നേരെ വാ നേരെ പോ, അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ, നേരെ വാ നേരെ പോ എന്ന് പറയുന്ന ആ ഒരു ഒപ്പീനിയൻ പറയും, വ്യക്തമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയും. അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയുക എന്ന് പറയുന്നത് ആ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കും, ആ ഒപ്പീനിയൻ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും പറയുന്നത്. അതാണ് സ്ട്രെയിറ്റ് ആരോ എന്ന് പറഞ്ഞാൽ ആണ് ഓണസ്റ്റ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇഡിയം നോക്കാം, ടേക്ക് സംബഡി ഫോർ എ റൈഡ് എന്നുള്ളതാണ്. അതായത് ഡിസീവ് സംബഡി, അതായത് പറ്റിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. ടേക്ക് സംബഡി ഫോർ എ റൈഡ് എന്ന് പറയുന്നത് പറ്റിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേക്ക് സംബഡി ഫോർ എ റൈഡ്, അതായത് ഒരാളെ നമ്മൾ റൈഡിന് വിളിച്ചുകൊണ്ട് പോവുകയാണ്, അയാളെ തെറ്റിദ്ധരിപ്പിച്ച് പറ്റിച്ച് അയാളെ റൈഡിന് വിളിച്ചുകൊണ്ട് പോവുകയാണ്, അതായത് ഡിസീവ് സംബഡി എന്ന് റിലേറ്റ് ചെയ്യാം. അടുത്തത് നോക്കിയേ, ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്നുള്ളതാണ്. അതായത് ടെൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്, അബദ്ധത്തിൽ ഒരു രഹസ്യം പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഒരു രഹസ്യം പുറത്തു പറയുക, അല്ലെങ്കിൽ ഒരു രഹസ്യം പുറത്തു വരുന്നു, ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ പറയുന്ന ഇഡിയം ഉപയോഗിക്കാം. ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കഥ പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഇഡിയത്തിന് പിന്നിലൊരു കഥ പറയുന്നുണ്ട്, ഒരു കെട്ടുകഥയാണെങ്കിലും ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഒരു വിൽപ്പനക്കാരൻ അയാൾ ഈ പറയുന്ന പന്നികളെ വിൽക്കാനായിട്ട് എന്ത് ചെയ്യും, കൊണ്ടുപോകും. അപ്പോൾ നല്ല പിഗ്ഗാണെങ്കിൽ അതിന് എന്ത് കിട്ടും, നല്ല ക്യാഷ് കിട്ടും. അപ്പോൾ അതിന് കുഞ്ഞുങ്ങളെ ബാഗിൽ നിറച്ചിട്ടാണ് കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പോൾ ബാഗോടുകൂടി ആളുകൾ വന്ന് എന്ത് ചെയ്യാണ്, വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഇത്ര എണ്ണം ഉണ്ട് എന്ന് പറയുന്നു, ബാഗോടുകൂടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, ബാഗ് തുറന്നൊന്നും നോക്കുന്നില്ല. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾ പിന്നീട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഇയാൾ ഈ ബാഗും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ബാഗിൽ നിന്ന് ക്യാറ്റ് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ചാടുകയാണ്. അപ്പോൾ ആളുകൾക്ക് കള്ളത്തരം മനസ്സിലായി, അതായത് രഹസ്യം പൊളിഞ്ഞു. അതായത് ഇയാൾ ഈ പിഗിനോടൊപ്പം ക്യാറ്റിനെ കൂടി
ഈ ബാഗിൽ കുത്തി നിറച്ചാണ് വെയിറ്റ് കൂട്ടുന്നത് അല്ലെങ്കിൽ എണ്ണത്തിൽ കൂട്ടുന്നത്. അപ്പോൾ ക്യാറ്റ് ബാഗിൽ നിന്ന് പുറത്ത് ചാടിയപ്പോൾ അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം എന്ത് ചെയ്യുന്നു, പുറത്ത് വരുന്നു. അബദ്ധത്തിൽ ബൈ മിസ്റ്റേക്ക് അത് പുറത്ത് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥ ഈ ഒരു ഇഡിയത്തിന് പിന്നിലുണ്ട്. ഉള്ളതാണോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഈ കഥ ഒന്ന് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ഓൺ ദി ട്രോട്ട് എന്നുള്ളതാണ്. അതായത് ഫോളോയിങ് വൺ ആഫ്റ്റർ അനദർ, ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്യുക, പിന്തുടരുക എന്നാണ് ഈ ഇഡിയത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരാളെ പിന്തുടരുന്നു, അതിനെയാണ് ഈ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ഓൾവൈസ് മേക്ക് കാസിൽ ഇൻ ദി എയർ എന്നുള്ളതാണ്. അതായത് ഓൾവൈസ് മേക്സ് കാസിൽ ഇൻ ദി എയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എയർ എന്ന് പറയുമ്പോൾ എന്താണ്, ആകാശമാണ് അല്ലേ. ആകാശത്ത് ഒരു മനക്കോട്ട, അതായത് ഒരു കോട്ട പണിയുന്നു എന്നുള്ളതാണ്. എന്ത് വെച്ചാൽ എന്താണ്, മനക്കോട്ട കെട്ടുക. ടു ക്രിയേറ്റ് ഡ്രീംസ്, ഹോപ്സ്, പ്ലാൻസ് ദാറ്റ് ആർ ഇമ്പോസിബിൾ. അതായത് നടക്കാത്ത ഒരു പ്ലാൻ അല്ലെങ്കിൽ നടക്കാത്തൊരാശയം അല്ലെങ്കിൽ നടക്കാത്തൊരു ആഗ്രഹം, അങ്ങനെ ആഗ്രഹം നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ഹോപ്പാണ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ഡ്രീമാണ്. പക്ഷെ നമ്മളത് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് എയറിൽ ഈ പറയുന്ന കാസിൽ നിർമ്മിക്കുക മീൻസ് എയറിൽ അത്തരത്തിൽ നമുക്കൊരു കാസിൽ നിർമ്മിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, അതിനൊരു ബേസ് വേണം അല്ലേ. ആ ബേസ് ഒന്നും ഇല്ലാതെ നമ്മൾ എയറിലൊരു വസ്തു നിർമ്മിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ മനക്കോട്ട കെട്ടുക. ടു ക്രിയേറ്റ് ഡ്രീംസ്, ഹോപ്സ്, പ്ലാൻസ് ദാറ്റ് ആർ ഇമ്പോസിബിൾ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, എ ബിറ്റർ പിൽ ടു ഷാലോ എന്നുള്ളതാണ്. അതായത് സംതിങ് ദാറ്റ് ഈസ് വെരി അൺപ്ലസൻറ്റ് ബട്ട് വിച്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ്. അതായത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യം എന്ന് പറയുന്നത് വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ബിറ്റർ പില്ലാണ്, അതായത് ഒരു കയ്പോട് കൂടിയുള്ളൊരു പിൽ എന്നുള്ള രീതിയിൽ. അതായത് അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, പക്ഷേ അത്തരത്തിലൊരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും ആളുകളെല്ലാം ആ ഒരു സിറ്റുവേഷനെ എന്ത് ചെയ്ത് കഴിഞ്ഞു, ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി ആക്സെപ്റ്റഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ ഒരു ലിറ്റിൽ ബിറ്റ് അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എ ബിറ്റർ പിൽ ടു ഷാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് വെരി അൺപ്ലസൻറ്റ് ബട്ട് വിച്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ് എന്നുള്ളതാണ് ഈ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ഇഡിയം നോക്കിയേ, മദർ വിറ്റ് എന്നുള്ളതാണ്. മദർ വിറ്റ് എന്ന് പറയുമ്പോൾ തമാശ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. വിറ്റ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശ അടിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം മദർ വിറ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ കോമൺ സെൻസ് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ അമ്മമാർ പറയുന്ന വിറ്റുകൾ എന്ന് പറയുന്നത് ഒരു നാച്ചുറലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു തമാശയാണ് എന്ന് നമുക്ക് റിലേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ മദർ വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന കോമൺ സെൻസ്, അതാണ് നാച്ചുറൽ കോമൺ സെൻസ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇഡിയമാണ് ഇൻ എ നട്ട്ഷെൽ എന്നത്. അതായത് ഇൻ ദി ഫ്യൂവസ്റ്റ് വേർഡ്സ് പോസിബിൾ. അതായത് പറയാൻ പറ്റുന്ന ഒരു ചെറിയ വേർഡ്സ്, അതായത് പോസിബിൾ ആകുന്ന ചെറിയ വേർഡ്സുകളെയാണ് ഈ പറയുന്ന വേർഡ്സ് പോസിബിൾ, നമുക്ക് പറയാൻ പറ്റുന്ന ഫ്യൂവസ്റ്റ് വേർഡ്സ് പോസിബിൾ, അതിനെയാണ് ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, എ വൈൽഡ് ഗൂസ് ചേസ് എന്നുള്ളതാണ്. അതായത് ഫൂളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ചാണ്. വിഫലമായ അല്ലെങ്കിൽ തെറ്റായ അല്ലെങ്കിൽ വിഡ്ഢിത്തമായിട്ടുള്ള തിരയലിനെ പറ്റി പറയുന്നതാണ് എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ റിലേറ്റ് ചെയ്യാം? ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പിന്തുടരുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക, അതിനെയാണ് ചേസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വൈൽഡ് ഗൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വിഫലമായിട്ടുള്ള ഒരു സെർച്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഒരുപാട് ഏരിയ നമ്മൾ ഒരു കാര്യവുമില്ലാതെ സെർച്ച് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ്. അതായത് ഫൂളിഷായിട്ട് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയാം. അതായത് ഫൂളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ച്, വിഫലമായ അല്ലെങ്കിൽ തെറ്റായ അല്ലെങ്കിൽ വിഡ്ഢിത്തമായിട്ടുള്ള ഒരു തിരയലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇഡിയം എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ. അടുത്ത ഇഡിയം എന്ന് പറയുന്നത്
ഹൈ ഹാൻഡഡ് എന്നുള്ളതാണ്. ഹൈ ഹാൻഡഡ് എന്നുള്ളതാണ്. അപ്പോൾ ഹൈ ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽക്കോയ്മ എന്നാണ് അർത്ഥം. അതായത് നോട്ട് കൺസേൺ എബൌട്ട് അതേഴ്സ് ഫീലിങ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഹൈ ഹാൻഡഡ് ആണ്, നമ്മൾ ഒരു മേൽക്കോയ്മ കാണിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫീലിങ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇമോഷൻസുകളോ ഒന്നും കൺസേൺ ചെയ്യാതെ അല്ലാതെ പരിഗണിക്കാതെ നമ്മൾ പറയുന്നതാണ് ശരി എന്ന്, അതായത് നമ്മുടെ കയ്യിലാണ് എല്ലാ പവറും ഇരിക്കുന്നത്, അതായത് നമ്മൾ പറയുന്നതാണ് ശരി, ഞാനാണ് മേൽക്കോയ്മ എന്ന് പറയുന്നതാണ് ഹൈ ഹാൻഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ഞാൻ ചെയ്യുന്നതാണ് മേൽക്കോയ്മയോടുകൂടി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ഉയർന്നു നിൽക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതാണ് ഹൈ ഹാൻഡഡ്. അപ്പോൾ ഹൈ എന്ന് പറയുമ്പോൾ വലുത്, ഹാൻഡഡ് എന്ന് പറയുമ്പോൾ കൈ, മേൽക്കൈ, അതായത് ഉയർന്നു നിൽക്കുന്ന കൈ എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്യുക. അതായത് മേൽക്കൈ, നോട്ട് കൺസേൺ അതേഴ്സ് ഫീലിങ്സ്. അവിടെ ഞാൻ ചെയ്യുന്നതാണ് ശരി, അവിടെ ബാക്കിയുള്ളവരുടെ ഫീലിങ്സിനൊന്നും യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്നുള്ളതാണ്. അതായത് ലിസൺ കെയർഫുള്ളി ടു മീ, എന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. ലിസൺ കെയർഫുള്ളി, ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതായത് ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറയുന്നത് നിൻ്റെ കാത് തരിക എന്നാണ് അതിൻ്റെ എക്സാക്റ്റ് മലയാളം പറയുമ്പോൾ. ലെറ്റ് മീ യുവർ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നീ നിൻ്റെ കാതുകൾ എനിക്ക് തരിക. അതായത് കാതുകൾ തരിക എന്നത് വെച്ച് എന്താണ്? ലിസൺ കെയർഫുള്ളി, അതായത് നീ ഞാൻ പറയുന്നത് കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുക, കേട്ടുകൊണ്ടിരിക്കുക, അതായത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. കാത് തരുമ്പോഴല്ലേ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് പറ്റുന്നത്. അതാണ് ലെറ്റ് മീ യുവർ ഇയേഴ്സ് എന്ന് പറയുന്നത്. ലിസൺ കെയർഫുള്ളി ടു മീ, എന്നെ നീ ശ്രദ്ധയോടുകൂടി ഞാൻ പറയുന്നത് എന്താണോ അത് നീ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുവിധം ഇഡിയംസുകൾ പഠിച്ചു. ഇപ്പം ഇത്രയും ക്ലാസ് വെച്ച് 74 ഇഡിയംസ് പഠിച്ചു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം.